നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം നെടുമ്പ്രമണ്ണ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് പേജിൽ നിന്നെന്ന പേരിൽ പ്രചരിക്കപ്പെട്ട വിവാദ സന്ദേശം സത്യമാണെന്ന് തെളിയിക്കുന്നവർക്ക് 10 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് തിരുവള്ളൂർ പഞ്ചായത്ത് കമ്മിറ്റി. വ്യാജമായി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പ്രചരിപ്പിച്ചതാണ് ഈ സന്ദേശം എന്നതിൽ സംശയമില്ല. ഇല്ലാത്ത പോസ്റ്റ് ഉണ്ടാക്കി സ്ക്രീൻഷോട്ട് എടുത്ത് അത് CPMന്റെ ഉയർന്ന നേതാക്കൾ വരെ പ്രചരിപ്പിച്ചെന്നും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും യൂത്ത് ലീഗ് പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. ഇത്തരമൊരു ട്രൂപ്പ് നെടുമ്പ്രമണ്ണയിലെ യൂത്ത് ലീഗുകാർക്കിടയിലില്ല. ഇതിൽ പോസ്റ്റ് ഇട്ടതെന്ന് പറയുന്ന MSF നേതാവ് മുഹമ്മദ് കാസിമിന്റെ പേര് ചേർത്ത് ഒരു ഗ്രൂപ്പ് വ്യാജമായി ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇതിന് പിന്നിൽ CPMന്റെ ഗൂഢാലോചനയുണ്ട്. വസ്തുതാപരമായ പ്രചാരണം നടന്നയുടൻ മുഹമ്മദ് കാസിമും യൂത്ത് ലീഗും പോലീസിൽ പരാതി നൽകിയിരുന്നു. കാസിം തന്റെ ഫോൺ പോലീസിന് പരിശോധനയ്ക്കായി നൽകുകയും ചെയ്തു. ഒന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. തുടർന്ന് ഫോൺ തിരികെ നൽകുകയും ചെയ്തു. എന്നാൽ അപകടകരമായ പ്രചാരണം നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. FM മുനീർ അബ്ദുള്ള തനീം, V ഷബീർ, അസഹ് വള്ളുവാഡ്, CA നൌഫൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു.